അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുട്ടിയല്ല എന്നുള്ള ആ ഒരു വാചകത്തിന് വല്ലാത്ത അർത്ഥതലങ്ങൾ. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒന്നും രണ്ടല്ല, അതൊരു ഇമ്മിണി വലിയ ഒന്നാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഒന്നും രണ്ടല്ല എന്ന് ബഷീർ പറഞ്ഞിട്ടില്ല, ഒന്നും കൂട്ടിയാൽ ഒരു ഇമ്മിണി വലിയ ഒന്നാണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ചിലപ്പോൾ തോന്നാം ഒരു നിഷേധാത്മകതയില്ലേ, ഒന്നും രണ്ടാണെന്നല്ലേ നമ്മൾ പഠിച്ചത്, പിന്നെ എങ്ങനെയാണത് ഒന്നാകുന്നതെന്നത്. സത്യത്തിൽ രണ്ടല്ല എന്നല്ല ബഷീർ പറഞ്ഞത്, ഒന്നും രണ്ടാകാം, പക്ഷേ അതിനേക്കാൾ ഉപരി പലപ്പോഴും അത് ഒന്നാണ്. അതേപോലെയാണ് ഈ വാക്കിന് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിയല്ല എന്നൊരു പാരന്റിനോട് പറയുമ്പോൾ പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ 9 മാസം നൊന്തുപെറ്റ അമ്മയോട് അതിനുവേണ്ടി കാത്തുനിന്ന അച്ഛനോട് നിങ്ങളുടെ കുട്ടിയല്ല എന്ന് പറയുമ്പോൾ അതൊരു നിഷേധാത്മകത അതിലുണ്ട്. പക്ഷേ ഇവിടെ സത്യത്തിൽ അതല്ല, നിങ്ങളുടെ കുട്ടി മാത്രമല്ല എന്നാണ്. അത് പോസിറ്റീവാണ്. നിങ്ങളുടെ കുട്ടിയാണ്. പലതും നിങ്ങളിൽ നിന്നാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കുട്ടി മാത്രമല്ല. നിങ്ങളുടെ കുട്ടി മാത്രമായാൽ അതൊരു ചെറിയ വട്ടത്തിൽ ഒതുങ്ങിപ്പോവും. പകരം നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് അക്വയർ ചെയ്തതിനേക്കാൾ ഉപരി സ്വന്തമായി അതിൻ്റെ ഉള്ളിൽ പലതും സൃഷ്ടികാലത്തെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ വരുന്നതും ഇനി വരാൻ പോകുന്നതുമായ മനുഷ്യകുലത്തിൽ ഓരോരുത്തരും വ്യത്യസ്തമായ ഐഡന്റിഫിക്കേഷനോട് വരുന്നത്. നമുക്കറിയാം, തള്ളവിരൽ പോലും വ്യത്യസ്തമാണ്. അതായത് യുണീക്ക് ഐഡന്റിറ്റിയാണ്. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ കുട്ടി നിങ്ങളിന്ന് പലതും അക്യൂർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടി മാത്രമല്ല, അത് വലിയ വിശാലമായ മറ്റൊരു ക്യാൻവാസിൽ വളരേണ്ട ആളാണ്. അതോടൊപ്പം മറ്റൊരു തലം കൂടി അതിനുള്ളത്, നിങ്ങളുടെ കുട്ടിയുടേതായ മറ്റൊരു ലോകം, പുതിയ കാലത്തിൻ്റെ പുതിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ കുട്ടിയുടേതായ മറ്റൊരു ലോകത്തിലൂടെ വളരേണ്ടവനാണത്. അതുകൊണ്ട് നിങ്ങളുടേതായ അനുഭവങ്ങളുടെ, നിങ്ങളുടേതായ അറിവുകളുടെ, നിങ്ങളുടേതായ ലോകത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിങ്ങൾ ഓമനിച്ചു വളർത്തിയാൽ നിങ്ങളുടെ കുട്ടി വളരേണ്ട വലിയ വിശാലമായ ആ തലത്തിലേക്ക് വളരാതെ പോകും. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞു വെച്ചത്, നിങ്ങളുടെ കുട്ടികൾ. അതിനിയും ഭാവിയിലും പ്രസക്തമാണ്. കാരണം പുതിയ കാലത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് നാം ആർജിക്കാത്ത പുതിയ അനുഭവങ്ങളാണ് വരാൻ പോകുന്നത്. പുതിയ കാലം തന്നെ നമുക്കറിയാം, പുതിയത് AI കാലഘട്ടമാണ്. നമ്മുടെ പഴയ കാലമല്ലത്. പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ആപ്റ്റിറ്റ്യൂഡിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് വിശാലമായ ലോകത്തിലേക്ക് ഒരു ചൂണ്ടുപലകയായി മാത്രം നിങ്ങളുടെ അനുഭവങ്ങൾ നൽകാം, നിങ്ങളിൽ നിന്ന് അക്യൂർ ചെയ്ത് നൽകാം. പക്ഷേ ഭാവി അവൻ്റെ പുതിയൊരു ലോകമാണ്. പുതിയ ലോകത്ത് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള സ്കില്ലുകൾ, ആപ്റ്റിറ്റ്യൂഡുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വലിയ വിശാലമായ ആകാശങ്ങളിലേക്ക് പറന്നുയരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഖലീൽ ജിബ്രാൻ അങ്ങനെ പറഞ്ഞു വെച്ചത്. അത് നിങ്ങളുടെ കുട്ടിയല്ല എന്നുള്ളൊരു നിഷേധാത്മകതയല്ല, മറിച്ച് നിങ്ങളുടെ കുട്ടി നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടേത് പലതും ആ കുട്ടിയിലുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ കുട്ടി ഞങ്ങളുടേത് കൂടിയാണ്, ഈ ലോകത്തിൻ്റെതാണ്. പുതിയ വലിയ പ്രതിഭാസങ്ങളായി മാറേണ്ട, പ്രസ്ഥാനങ്ങളായി മാറേണ്ട, അടയാളപ്പെടുത്തുക നടത്തേണ്ട, സിഗ്നേച്ചറുകൾ നൽകാനുള്ള, ലോകത്ത് പുതിയ പല കണ്ടുപിടുത്തങ്ങളുടെയും ആളുകളായി മാറേണ്ട, വലിയ ആകാശങ്ങളിലേക്ക് പറന്നുയരേണ്ട നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ എന്നാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞു വെച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയാണ് എനിക്കിതിനോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.